ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ജനുവരി 5 നമ്മൾ സ്ലോവേനിയയിലാട്ടോ. നമുക്ക് വെക്കേഷൻ ആയിരുന്നു. 25 മുതൽ 5 വരെ വെക്കേഷൻ ആയിരുന്നു. ഇന്ന് ട്രിപ്പ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷേ റോഡിലൊക്കെ ഫുൾ ഐസും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് ഇന്നും ട്രിപ്പില്ല. പിന്നെ നാളെ ഓസ്ട്രിയ, ഇറ്റലി ഈ 2 കൺട്രി ബാനാണ്. അതുകൊണ്ട് മിക്കവാറും നമ്മൾ മറ്റന്നാളെ ഇനി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാൻ വന്നാൽ കേട്ടോ. നമ്മളിപ്പം ഡെയിലി സ്റ്റാർട്ട് ചെയ്തിടാറുണ്ട്, ഇല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഒരു 10 മിനിറ്റായി. -2 ഡിഗ്രിയാണ് കേട്ടോ ഇപ്പം പുറത്തെ ടെമ്പറേച്ചർ. ഫുൾ ഐസാണ് ഗൈസ്. അപ്പം ഞാൻ വണ്ടിയും പുറമൊന്ന് കാണിച്ചിടാം. വണ്ടിക്ക് കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വെക്കേഷനിൽ ചെയ്തു. ഇനി നമ്മൾ 7-ാം തീയതി മിക്കവാറും ട്രിപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം പുറത്തെ വീഡിയോ കാണാം. വണ്ടി ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി സ്റ്റാർട്ടാക്കിയിരുന്നു. നമ്മൾ ഓഫ് ചെയ്ത് നമ്മൾ റൂം പോവാണേ. അപ്പം നിങ്ങൾക്ക് ഞാൻ പുറമേ വണ്ടികളും ഐസും ഒക്കെ കാണിച്ചു തരാം ഗൈസ്. വണ്ടി ഓഫ് ചെയ്തു. നമ്മളെ കമ്പനി മൊത്തത്തിൽ എല്ലാവർക്കും വെക്കേഷൻ ആയിരുന്നു കേട്ടോ. ക്രിസ്മസ്, ന്യൂ ഇയർ വെക്കേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ വണ്ടിയും എത്തിയായിരുന്നു. കുറച്ച് പേരൊക്കെ ഇന്ന് ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടിക്ക് കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തീർത്തു. വണ്ടി 1.5 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ച് റൂമിൽ പോകണം കേട്ടോ. നമുക്ക് മറ്റന്നാൾ എടുത്താൽ മതിയാവും മിക്കവാറും. അപ്പം ഇതാണ്ട് നമ്മളെ വണ്ടി NMKP 752. പ്രദീപ് ഏട്ടറാണ് 126 കേട്ടോ. അതായത് നമ്മളെ പെട്രോൾ പമ്പാണ്. മൊത്തത്തിൽ ഐസായിട്ടോ. സ്നോഫാള് വന്നുകൊണ്ട് കാണാം. നമുക്ക് കയ്യും വിരലും ഒക്കെ കേട്ടോ കാര്യങ്ങൾ. സോറി, അത് പ്രദീപേട്ടല്ല കേട്ടോ, അത് അജിത്തേട്ടനായിരുന്നു. സ്നോ ഇങ്ങനെ വീണുകൊണ്ട് കേട്ടോ. ഓക്കെ, കാറിൻ്റെ മുകളിലൊക്കെ ഐസ് വന്നു. ഫുള്ളി ഐസായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ട്രക്ക് എടുത്ത് പോകാൻ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഐസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ട്രക്ക് എടുത്ത് പോകാൻ പാടുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാറിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ അത് വലിയ ഫൈനും കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. സൂര്യൻ അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും കൂടി ഓഫാണ് എന്തായാലും. 7-ാം തീയതി തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. സ്ലോവേനിയയിലാണ് കേട്ടോ നമ്മൾ. സ്ലോവേനിയ, ജർമ്മനിയൊക്കെ ഐസ് കൊണ്ടുള്ള ഫുൾ ഐസാണെന്നാണ്. നമുക്ക് വണ്ടി സ്പീഡിലൊന്നും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം നിലവിൽ. ഇതൊരു 3-4 ദിവസം ഇങ്ങനെ ഉണ്ടാവും. അത് പിന്നെ മാറി പിന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരും. ഇനി ഫെബ്രുവരി, മാർച്ച് കഴിയുന്നവരെ ഇങ്ങനെ തന്നെയാണ് ഗൈസ്.